പക്ഷേ ഈ RSS നിയമാവലി അനുസരിച്ച് 75 വയസ്സ് തികഞ്ഞാൽ പിന്നെ ഒരു പദവിയും വഹിക്കാൻ പാടില്ല എന്നുള്ളത് കർശനമാണ് RSSനെ സംബന്ധിച്ചിടത്തോളം. സെപ്റ്റംബർ 17-ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയും. സെപ്റ്റംബർ 11-ന് RSS മേധാവി മോഹൻ ഭാഗവതിന് 75 വയസ്സ് തികയും. അങ്ങനെയാണ് എങ്കിൽ ഇവർ രണ്ടുപേരും ആ പദവികളിൽ നിന്ന് ഒഴിയേണ്ടി വരുമോ? ഇതൊരു പ്രധാനപ്പെട്ട ടെസ്റ്റ് ഡോസാണ്. അതായത് RSS എന്ന സംഘടനയ്ക്ക് ഇന്ത്യയിലെ മറ്റെല്ലാ സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മീതെ എന്തുമാത്രം ഇൻറ്റഗ്രിറ്റി ഉണ്ട്, എന്തുമാത്രം നിശ്ചയദാർഢ്യമുണ്ട്, അവർ പറയുന്ന പ്രഖ്യാപിക്കുന്ന വസ്തുതകൾ നടപ്പാക്കാനുള്ള ആർജവം എന്തുമാത്രമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്നാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രായപരിധി. എല്ലാ പാർട്ടികളും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ തലമുറ വരണം, രണ്ടാം തലമുറ മുന്നോട്ട് വരണം, അപ്പോൾ മുതിർന്നവർ മാറിക്കൊടുക്കണം, രാഷ്ട്രീയത്തിൽ റിട്ടയർമെൻറ്റ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ 75 വയസ്സ് മിക്ക രാഷ്ട്രീയ പാർട്ടികളിലുള്ളൊരു പരിധിയാണ്. എന്നാൽ ധന്യക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ, ഈ 75-ന് എല്ലാ പാർട്ടികളും ഇളവ് കൊടുത്തു. കാരണം അവർക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ പാർട്ടിയുടെ തലപ്പത്ത്, ഭരണത്തിൻ്റെ തലപ്പത്ത് ഒക്കെ പിടിമുറുക്കിയ ആളുകൾക്ക് എന്നും ഇളവാണ്. ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയന് CPM-ൽ എന്നും ഇളവാണ് പലപ്പോഴും. അതേസമയത്ത് എത്രയോ നേരത്തെ VS അച്യുതാനന്ദന് പ്രായപരിധി ബാധകമായി. അതേ പ്രായപരിധി എന്നോ മറികടന്ന പിണറായി വിജയൻ ഇപ്പോഴത് ബാധകമല്ല. കോൺഗ്രസ്സിൽ പല നേതാക്കന്മാർക്കും ഇതിപ്പോൾ ബാധകമാണ്. ഇപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ആർക്കൊക്കെ ഈ റിട്ടയർമെൻറ്റ്, ഈ ഒരു പ്രായപരിധി അവർ പ്രഖ്യാപിച്ചിട്ടില്ല, ഇനി ഉണ്ടെങ്കിൽ ആർക്കൊക്കെ ബാധകമാകും. കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസ് പാർട്ടിയിൽ എത്ര നേതാക്കന്മാർക്ക് ഇത് ബാധകമാകും. അപ്പോൾ പ്രായപരിധി ഇപ്പോൾ CPI-ൽ പ്രായപരിധി പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്. പക്ഷേ അത് തരാതരം പോലെ പലർക്കും പലപ്പോഴും ഇളവ് കൊടുക്കും. അപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രശ്നമുള്ളത് RSS രാഷ്ട്രീയ പാർട്ടി അല്ല എന്നതാണ്. അപ്പോൾ RSSൻ്റെ തീരുമാനം, പല ന്യായങ്ങളും പറയാൻ പറ്റും. RSSൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, RSSൻ്റെ തീരുമാനം BJPയുടെ പ്രധാനമന്ത്രിക്ക് ബാധകമാണോ? രാഷ്ട്രീയ പാർട്ടി വേറെയല്ലേ? ഇനി BJPയുടെ പദവി വഹിക്കുന്നതിന് ഇപ്പോൾ മോഹൻ ഭഗവത് ജി മാറേണ്ടി വന്നേക്കും. അത് കൃത്യമായ RSSൻ്റെ തീരുമാനമാണ്. അപ്പം എന്നാൽ മറ്റൊരു പദവി വഹിക്കുന്ന BJPയുടെ പ്രതിനിധിയായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പദവി വഹിക്കുന്നയാൾക്ക് RSSൻ്റെ തീരുമാനം ബാധകമാണോ അല്ലയോ? വേണമെങ്കിൽ സാങ്കേതികമായി ഇളവ് കൊടുക്കാനുള്ള വകുപ്പാണ് ഞാൻ പറയുന്നത്. ഒരു സാധ്യത അതാണ്. രണ്ടാമത്തെ ഒരു കാരണം, നരേന്ദ്രമോദി കഴിഞ്ഞാൽ പിന്നെ ആര് എന്നൊരു ചോദ്യമുണ്ട്. നരേന്ദ്രമോദിയെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ, അല്ലെങ്കിൽ ഈ ടേമെങ്കിലും പൂർത്തിയാക്കുന്നവരെ എക്സ്റ്റൻഷൻ കൊടുക്കാം. ഒരു വഴി അതാണ്. ഈ ടേം കഴിഞ്ഞാലും NDA മുന്നണിയെ ഇന്നത്തെ സാഹചര്യത്തിൽ നയിക്കാൻ മറ്റൊരു നേതാവ് ആര്? തത്തുല്യമായിട്ട് വേണമല്ലോ. അത് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പല പേരുകളും പറയാം. അമിത്ഷായുടെ പേര് പറയാം, രാജ്നാഥ് സിംഗിൻ്റെ പേര് പറയാം ഒക്കെ. എങ്കിലും നമ്മുടെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു പേര് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ പേരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് യോഗി ആദിത്യനാഥ് RSSൻ്റെ ഫോൾഡറിൽ വളർന്ന ഒരാളല്ല. യോഗി ആദിത്യനാഥ് RSSനകത്ത് ഒരു കുറെ കൂടി തീവ്രമായ ഒരു സന്യാസി പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് കലാപം കൂട്ടിയിരുന്ന ഒരാളാണ്. വളരെ തന്ത്രപരമായി അമിത്ഷായും കൂട്ടരും ഒക്കെ ചേർന്നിട്ട് അദ്ദേഹത്തെ ഈ കഴിഞ്ഞ ദശകത്തിൽ ഈ NDAയോട് ചേർത്തതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ യോഗി ആദിത്യനാഥ് RSSന് സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. മോദിയാണെങ്കിൽ ഇപ്പോൾ മറ്റാര് വന്നാലും, ഇന്നത്തെ മന്ത്രിസഭയിൽ നിന്ന് ആര് വന്നാലും മോദിയുടെ ഒരു പ്രഭാവം സാധ്യമാകണമെന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡൊക്കെ വെച്ചിട്ട് മോദിയെ മാറ്റാൻ പറ്റുമോ? മോദി മാറിയാൽ പിന്നെ ഈ NDAയുടെ ഭാവി തന്നെ അപകടത്തിലാകുമോ എന്ന ആശങ്ക കൂടി തീർച്ചയായിട്ടും RSSനുണ്ടാകും. അവർ പരിഗണിക്കും. വേറൊന്ന്, ഇങ്ങനൊരു തീരുമാനം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനത് സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് മോദി പ്രഖ്യാപിച്ചാൽ, അങ്ങനെ ഒരു സാധ്യതയുണ്ടല്ലോ. മോദി റിട്ടയർ ചെയ്യാൻ പോകുന്നു, അദ്ദേഹം പിന്നീട് അധികാരം ഒഴിഞ്ഞ് സന്യസിക്കാൻ പോകുന്നു, അദ്ദേഹം ഹിമാലയത്തിൽ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. എനിക്ക് ചോദിക്കാവുന്ന ഏറ്റവും അടുത്ത ആദരണീയനായ കാരണവരെന്ന നിലയിൽ നമ്മൾ TGയോട് ചോദിച്ചു നേരത്തെ, ABCയുടെ ഫ്ലോറിൽ തന്നെ. TG മോഹൻദാസ് അന്ന് പറഞ്ഞത്, മാഷേ സംഗതിയൊക്കെ ശരിയാണ്, അത്തരം മോഹങ്ങളൊക്കെ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ഒരു കാലമുണ്ടാകും. പക്ഷെ ഒരിക്കൽ അധികാരത്തിൻ്റെ വലിയ സൗകര്യങ്ങളും അതിൻ്റെ ശോഭയും അതിൻ്റെ വല്ലാത്ത വിഭ്രമങ്ങളിലും പെട്ടുപോയാൽ മോദി എന്നല്ല ആരും അത് വിട്ടൊഴിഞ്ഞു പോകാൻ സാധ്യതയില്ല.
എന്നാണ് TG വളരെ ഖണ്ഡിതമായിട്ട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സ്വമേധയാ മോദി ഒഴിഞ്ഞു പോവുക എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ തൽക്കാലം എനിക്ക് തോന്നുന്നൊരു സാധ്യത ഈ ടേം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കണം. തീർച്ചയായിട്ടും അത് മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അത് കൊടുക്കാനാണ് സാധ്യത. അത് കഴിയുമ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ഓപ്ഷൻ കണ്ടെത്താൻ എളുപ്പമാവില്ല. മോദിക്ക് പകരം മോദി അങ്ങനെ ആയിത്തീർന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പ്രഭാവം ഉണ്ടല്ലോ, ആ ഒരു കാലിബർ, ആ ലെവലിലേക്ക്, ആ ഒരു സ്റ്റേച്ചറിലേക്ക് രണ്ടാം നിരയിൽ ആരും ഉയർന്നു വന്നിട്ടില്ല. മറ്റുള്ളവരൊക്കെ ഒരു 3-ലോ 4-ലോ ഒക്കെ നിൽക്കുന്നേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ പിന്നെ ഒരു ചോദ്യം ഉള്ളത്, അപ്പോഴും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, RSSൻ്റെ ഒരു തീരുമാനത്തെ നടപ്പാക്കാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഒന്നും സാധിക്കാത്തൊരു ആർജവും RSS കാണിക്കുമോ? മോദി അല്ലാത്ത ഒരാളെ വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാലും ഇന്ത്യ ഭരിക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണകക്ഷിയായി NDA BJPയെ ജയിപ്പിച്ചെടുക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം RSS പ്രകടിപ്പിക്കുമോ? ഈ ചോദ്യം വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉന്നയിക്കുന്നത്, ഇതാ മോദിക്ക് 75 വയസ്സ് പൂർത്തിയാകാൻ പോകുന്നു, മോഹൻ ഭഗവത്ജിക്ക് 75 വയസ്സ് പൂർത്തിയാകാൻ പോകുന്നു. നിങ്ങൾ തന്നെ രാജ്യത്തോട് കൊടുത്ത വാഗ്ദാനമാണ് ഒരു പദവിയും 75 വയസ്സിന് ശേഷം വഹിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ആ പദവി മോഹൻ ഭഗവത്ജിയോടൊപ്പം നരേന്ദ്രമോദിക്കും ബാധകമാകുമോ? ആക്കാനുള്ള ആർജവം കാണിക്കുമോ? RSSന് നേരെയുള്ള വലിയൊരു വെല്ലുവിളിയാണ് ആ ചോദ്യം. മാധ്യമങ്ങൾ അത് ഉയർത്തിയിരിക്കുന്നു. നമ്മളും അത് ആശങ്ക അല്ലെങ്കിൽ വലിയ വലിയ ആകാംക്ഷയോടെ ആ ചോദ്യം ഉയർത്തുന്നു. പക്ഷേ ഈ സെപ്റ്റംബറിൽ തന്നെ പല MP-മാരെയും നേതാക്കളെയും BJPയുടെ നേതാക്കളെയും എല്ലാം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇതുമായി സംസാരിക്കാം. മാഷിപ്പം നേരത്തെ പറഞ്ഞതുപോലെ RSS എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്, 100 വയസ്സ് തികഞ്ഞ ഒരു സംഘടനയാണ്, ഒരു NGO ആണ്. പക്ഷെ RSSന്റെ ചിട്ടവട്ടങ്ങൾ എന്ന് പറയുന്നത് അത് കർക്കശമാണ്. ഒരു പിടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. എന്താണോ അത് പറയുന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ മാക്സിമം ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന, ശക്തിയായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് RSS എന്ന് പറയുന്നത്. RSSൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്, തികഞ്ഞ ഒരു RSSകാരനാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. ആ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് BJPയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത്. മോദി മാജിക് എന്ന് പറയുന്ന ഒരു കാര്യം BJPക്കാർ ഉയർത്തിക്കൊണ്ട് വന്നതും അതുകൊണ്ട് തന്നെയാണ്. തിരഞ്ഞെടുപ്പുകളിൽ മോദി എത്തുന്നിടത്തൊക്കെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളൊരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചു. അങ്ങനെ മോദി 3 വർഷവും 3ാം ടേമിലും ഇന്ത്യയെ ഇങ്ങനെ നയിക്കുമ്പോഴും ആരുടെ മുന്നിലും മുട്ടുകുത്തിക്കാതെ ഇന്ത്യയെ ഇങ്ങനെ വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോൾ മോദിയോട് മാറി നിൽക്കാൻ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് RSS എത്തുമോ? സാധ്യത കുറവാണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കാരണം RSSന് നമ്മൾ നോൺ ഗവൺമെൻറ്റൽ എന്നൊക്കെ പറഞ്ഞാലും NGO എന്ന് പറഞ്ഞാലും വലിയ അപകടമുണ്ട്. NGOമാരുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ലോകത്തിലെ ഒരു ഗവൺമെൻറ്റിനെയും ഒരു ഭരണകൂടത്തെയും ഒരു ദേശരാഷ്ട്രത്തെയും അംഗീകരിക്കാത്തവരാണ് ലോകത്തിലെ എല്ലാ NGOമാരും. ഞങ്ങൾ എല്ലാത്തിനും മീതെയാണെന്ന് അഹങ്കരിക്കുന്നവരാണ്. ആ അഹങ്കാരമില്ലാത്ത ഭൂമിയിലെ, അങ്ങനെയാണ് പറയേണ്ടത്. NGOമാരുടെ ദൂഷ്യങ്ങളില്ലാത്ത, ലോകത്തിലെ ഒരു NGOക്കും ബാധകമല്ലാത്ത വിധം ഒരു ദേശത്തോടും അതിൻ്റെ സംസ്കാരത്തോടും അതിൻ്റെ പൈതൃകത്തോടും അങ്ങേയറ്റത്തെ കൂറ് പുലർത്തുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ RSSന് മറ്റെന്തിനേക്കാൾ, ഒരുപക്ഷെ അവർ രാജ്യത്തോട് പറഞ്ഞു പോയ വാഗ്ദാനങ്ങളെക്കാളും പ്രധാനമാണ് രാജ്യത്തിൻ്റെ ഭാവി. അതുകൊണ്ട് ഇന്ത്യയുടെ ഭാവിക്ക് ഏറ്റവും ഉപകാരമാവുക ഇപ്പോഴത്തെ അവസ്ഥയിൽ നരേന്ദ്രമോദിക്ക് ഈ ടേം പൂർത്തിയാക്കാനും, അത് കഴിഞ്ഞിട്ട് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ആലോചിക്കാം. എന്നിട്ട് നരേന്ദ്രമോദി തന്നെയാണ് സാധ്യതയുള്ളതെങ്കിൽ അദ്ദേഹത്തിന് തന്നെ എക്സ്റ്റൻഷൻ കൊടുക്കാനുമാണ് സാധ്യത എന്നാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം കൊണ്ട് നമുക്ക് പറയാനാവുക. ഈ യോഗം നടന്നു എന്ന് പറയുന്നത് വളരെ ശരിയായിരിക്കും. കാരണം RSS ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ഗൗരവമായ ജനാധിപത്യപരമായ ആലോചനകൾ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുമായിട്ടും നടത്തുന്ന ഒരു ശീലം അവർക്കുണ്ട്. അതുകൊണ്ട് ആ ചർച്ച നടന്നത് ഇപ്പോൾ ഈ തരത്തിലുള്ള ഗൗരവമായ ആലോചനകൾ നമ്മളെക്കാൾ ഗൗരവമായി അവരെടുക്കുമല്ലോ, അതിനുവേണ്ടി ആലോചനകൾക്ക് വേണ്ടിയായിരിക്കണം തീരുമാനം. ആ യോഗം നടന്നിട്ടുണ്ടാവുക, തീരുമാനം എടുത്തിട്ടുണ്ടാവാം, നമ്മളത് അറിയാൻ പോകുന്നതേ ഉള്ളൂ.